അനധികൃതമായി എത്തുന്ന അഭയാർത്ഥികൾക്കായി പൊതുഖജനാവിൽ നിന്നും ബ്രിട്ടൻ പണം ദൂർത്തടിക്കുന്നതിന്റെ മറ്റൊരു കഥ കൂടി പുറത്തുവന്നു. ഹോട്ടലിൽ താമസിക്കുന്ന അഭയാർത്ഥി കുടുംബത്തെ ഡോക്ടറെ കാണുവാനായി മൈലുകളോളം സർക്കാർ പണം ഉപയോഗിച്ച് ടാക്സിയിൽ കൊണ്ടുപോയ വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഭയാഭ്യർത്ഥന തള്ളിയ കുടുംബത്തെയാണ് 250 മൈൽ ദൂരെയുള്ള ഡോക്ടറെ കാണാൻ 600 പൗണ്ട് മുടക്കി ടാക്സിയിൽ കൊണ്ടുപോയിരിക്കുന്നത്. കാൽമുട്ട് പരിശോധനയ്ക്ക് വേണ്ടിയായിരുന്നു ഇത്. വാർത്ത പുറത്തു വന്നതോടെ ടാക്സി ഉപയോഗത്തെക്കുറിച്ച് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് ഒരു അടിയന്തര അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന BBC-യോട് ഹോട്ടലിൽ താമസിക്കുന്ന മറ്റ് അഭയാർത്ഥികൾ പറഞ്ഞത്, നിയമപരമായി ബ്രിട്ടനിൽ ജോലി ചെയ്യാൻ വിലക്കുണ്ടെങ്കിലും അവരെല്ലാം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ്. താൻ NHSസിലേക്ക് ട്രെയിനിങ്ങിന് പോകാനാണ് താൽപര്യപ്പെട്ടത് എന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു ഇറാഖി വംശജനായ അഭയാർത്ഥി പറഞ്ഞത്. എന്നാൽ ഹോം ഓഫീസ് നൽകിയ ഗതാഗത മാർഗം ഉപയോഗിക്കാതെ മറ്റു വഴി ഇല്ലായിരുന്നു എന്നും അയാൾ പറയുന്നു. അഭയാർത്ഥികളെ ഒരു ഹോട്ടലിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുമ്പോഴും അവർ പഴയ NHS ഡോക്ടറുടെ സേവനം തന്നെ ഉപയോഗപ്പെടുത്തുന്നതിനാണ് ടാക്സി യാത്രകൾ ആവശ്യമായി വരുന്നതെന്ന് BBC പറയുന്നു. നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്തെ ഡോക്ടറെ കാണുവാനായിട്ടാണ് താൻ ടാക്സിയിൽ പോയതെന്നാണ് അയാൾ പറയുന്നത്. ടിപ്പ് ഉൾപ്പെടെ 600 പൗണ്ടാണ് ഇതിന് ചെലവായത്. ഹോം ഓഫീസ് തനിക്ക് ട്രെയിൻ ടിക്കറ്റ് നൽകിയിരുന്നുവെങ്കിൽ ഇത്രയും തുക ചെലവാകില്ലായിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞു വയ്ക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാർക്ക് പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുവാനോ നടന്നു പോകുവാനോ സാധിക്കില്ല. ഹോട്ടലിലെ ഫ്രണ്ട് ഓഫീസിലുള്ള ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴി അവർക്കായി ടാക്സികൾ ബുക്ക് ചെയ്യാറാണ് പതിവ് എന്ന് BBC റിപ്പോർട്ടിൽ പറയുന്നു. 9 വർഷം മുമ്പാണ് ഇയാളും പത്നിയും 2 കുട്ടികളും ബ്രിട്ടനിൽ എത്തുന്നത്. ഇവിടെ എത്തിയതിനു ശേഷം അവർക്ക് മറ്റൊരു കുട്ടി കൂടി ജനിച്ചു. ഒരു ഹോട്ടലിലെ അടുത്തടുത്തുള്ള 2 മുറികളിലായിട്ടാണ് ഈ കുടുംബം താമസിക്കുന്നത്. ഒന്നിൽ ദമ്പതികളും നവജാത ശിശുവും താമസിക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിലാണ് 12കാരിയായ മകളും 14കാരനായ മകനും താമസിക്കുന്നത്. തന്റെ രാജ്യത്ത് ഒരു പരിഭാഷകനായി ജോലി ചെയ്തിരുന്ന തന്നെ തീവ്രവാദികൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. എന്നാൽ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഇയാളുടെ അഭയാപേക്ഷ ഹോം ഓഫീസ് നിരസിച്ചിരുന്നു. ഹോം ഓഫീസ് തീരുമാനത്തിനെതിരെ 2 അപ്പീലുകൾ നൽകിയെങ്കിലും അവ രണ്ടും നിരസിക്കപ്പെടുകയായിരുന്നു. 3ാമത്തെ അപ്പീലിന് മേലുള്ള വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭയാർത്ഥികളെ താമസിപ്പിക്കുന്ന ഹോട്ടലിൽ പ്രവേശിക്കുന്നതിൽ മാധ്യമപ്രവർത്തകരെയും പൊതുജനങ്ങളെയും വിലക്കിയിട്ടുണ്ട്. എന്നാൽ അഭയാർത്ഥികളിൽ ചിലരുമായി സ്ഥാപിച്ച ബന്ധങ്ങൾ വഴിയാണ് ഹോട്ടലിനകത്ത് കയറി പറ്റിയതെന്ന് BBC റിപ്പോർട്ടർ പറയുന്നു.